ചാനൽ. ഇന്ന് നമ്മൾ എന്താ കാണുന്നത് ലെറ്റ്സ് പ്ലേ വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഇതെന്താ എൻ്റെ ആർമർ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും, കാരണം ഞാനൊരു റിയലിസ്റ്റിക് ടെസ്റ്റർ പാക്ക് കേസിനകത്ത് ഈ വേൾഡ് ആ സാധനം മാറ്റിക്കളഞ്ഞെന്ന് പറയാം. എൻ്റെ ഷീൽഡൊക്കെ ഓക്കെ, റിയൽ ലൈഫ് ഷീൽഡ് ഇതല്ല, ഇത് നോക്ക്. ഓ സെറ്റപ്പ് അല്ലേ, അതിനെക്കാട്ടും ഇതാണ്ട ബെഡ്. ഇത് നോക്കി ഈ സാധനം ഉണ്ടാക്കാൻ പോയ വീഡിയോ കാണണമെങ്കിൽ പോകാൻ വേണ്ടി കാണണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. വരാം. രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. എൻ്റെ നെതർ പോർട്ടിൽ അവിടെ ഇരുന്ന നെതർ പോർട്ടിൽ ഞാൻ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ച്. ഇതൊരു ലാൻഡൻ ലുക്കാണ് കേട്ടോ. ഇതിന്ന് കുറേ പൊട്ടി, ഞാൻ കുറേ മൈനിയുമായിട്ടാണ് ഇത് കിട്ടിയത്. പിന്നെ എൻ്റെ ഞാൻ ഫുൾ അയൺ ആർമറായി ഓഫ് ക്യാമറ. ഇനി ഇത് ഞാൻ ഓഫ് ക്യാമറ ഉണ്ടാക്കാൻ പോയി, പക്ഷേ വീഡിയോ എടുത്ത് മിസ്സായിപ്പോയി, ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ തമ്മിലെടുക്കാനായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കും, ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ മൈൻക്രാഫ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കും. എന്നിട്ട് അതെടുത്തിട്ട് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എല്ലാ കാര്യം അറിയില്ല. അങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യും ഞാൻ. അപ്പോൾ ഡിലീറ്റ് ചെയ്തപ്പോൾ അതും പോയി. പിന്നെ ഞാനിന്ന് ജിയോട് കണ്ടുപിടിക്കുന്ന വീഡിയോയും പിന്നെ ഒരു കോപ്പർ സ്റ്റോൺ ജനറേറ്റർ കണ്ടുപിടിക്കുന്ന വീഡിയോ ഉണ്ടാവും. യെസ്, ഇനി ഞാൻ നേരെ ജിയോഡിലുള്ള ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോയി നോക്കാം. ജിയോട് ചോദിച്ചാവോ? ജിയോടാണ്. അയ്യോ മൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. വെയിറ്റ് ഞാൻ അവിടെ എത്തിയിട്ടാണ്. ഓ മൈൻഡ് പോ ചെല്ലി ഇപ്പോഴാണ് മോനെ. ചെല്ല് മൈൻഡ്. ഓ ഒരു ബ്ലോക്ക് പൊട്ടിച്ചു. മുകളോട്ട് പോ ചാവൂല. ഓക്കെ, മുകളോട്ട് തരണ്ട്. ഓക്കെ, അയ്യോ തൊടുക്കുന്ന ടാസ്ക്കാണ്. അയ്യോ റെഡി 1 2 ഫ്ലോട്ടെ. റെഡി 1 2 3 സെറ്റ്. അടിയിലോട്ട് ചെല്ലേ. ഓക്കെ, ഇത് പൊട്ടൂലേ? ഇത് ക്രൈം ഒബ്സീഡിയൻ. ഇത് ടെസ്റ്ററിന് അങ്ങനെ ഉണ്ടാ. അതാണ് എൻ്റെ ടെസ്റ്റിൽ. ഗൈസ് നമുക്ക് ഓടിച്ചില്ല മഞ്ചി. ഓക്കെ, അത്രേ ഉള്ളൂ. ഓരോന്ന് വെച്ച് മൈൻഡ് ചെയ്ത് പോവാം. മൈൻക്രാഫ്റ്റ് ഒരു കാര്യം കൊണ്ട് വരികയാണ്. നമുക്ക് ഡയറക്റ്റ് മൈൻഡ് ബാട്ടറിലോട്ട് വന്നിട്ട് വല്ല ഇതുണ്ടാക്കണം. ബോട്ട് പോലത്തെ മൈൻകാർട്ട് പോലത്തെ. ഓ ഇവിടെ ഫുൾ വെള്ളമല്ലേ, ഭാഗ്യം. ഇവിടെ ഫുൾ വെള്ളമല്ല. നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ അത് ഈ സാധനമാണ് വേണ്ടത്. ഇത് ഈ സാധനം ഇതിങ്ങനെ എടുക്കുമ്പോൾ കിട്ടി. ഓക്കെ, നമുക്ക് വേഗം പോവാം. അയ്യോ ഓക്കെ ഗൈസ്, വേഗം മൈൻഡ് ചെയ്തിട്ട് കാണാം. ഓ ഗൈസ്, ഞാൻ പുറത്തേക്ക് വന്ന് ഗൈസ്. അയ്യോ എൻ്റെ ബോട്ടോടെ ബോട്ടത്ത് ഇറങ്ങണം. ബോട്ട് അല്ലേ, ഇത് ബോട്ടല്ലേ? ബോട്ടോടെ പോയി ഇറക്കണം. അവിടെ ബ്ലോക്ക് കൊടുത്തിട്ട് ഓടിക്കോ. എന്നിട്ട് നേരെ ബേസിലിട്ടോ. ബേസിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ ബൈ. നമ്മുടെ വീടെത്തി. നമ്മുടെ വീട് നമുക്ക് ഇതൊന്നും അടിയില് ചെസ്റ്ററാണ് നോക്കണം കേട്ടോ. അതെന്തുകൊണ്ട് ഇത് ജിയോടെ പിന്നെ പറയാറില്ല. വെള്ളം എടുത്തു ഞാൻ എത്രയോളൂ. അപ്പോൾ അതിനകത്ത് ജിയോടൊന്നുമല്ല. ഇവിടെ ജിയോടാണെങ്കിൽ മുകളിൽ മറ്റേ വേറെ ബ്ലോക്ക് ഉണ്ടാവും. അതാണ് ജിയോഡിൻ്റെ ബ്ലോക്ക്. ബ്ലോക്കാണ്. ബ്ലോക്ക് മനസ്സിലായാലും നമുക്ക് അങ്ങോട്ട് ഇതാണോ? ഇതല്ല, ഈ ബ്ലോക്കൊന്നുമല്ല. ഇത് സാൻഡൊക്കെ ഓക്കെ കേസ്. ഒറിജിനൽ പോലെ അല്ലേ, ഒറിജിനൽ സാൻഡ് പോലെ. ഈ ടെക്സ്ചർ പാക്ക് എൻ്റെ ഫോൺ ചൂടാവണമെന്നില്ല, ചെറുതായിട്ട്
ചൂടാവണം എന്ന് പറയാൻ പറ്റില്ല, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ടൈപ്പാണ് ഗൈസ്. അത്രയും കണ്ടാൽ തന്നെ അറിയാം റിയലിസ്റ്റിക്കാണ് ഫുൾ. ഇത് നോക്ക് ഇവിടെ കൂടി ഞാനിവിടെ ഇതിൻ്റെ മുകളിലൊരു സെറ്റപ്പ് ബോട്ടിൽ നമ്മൾ പണിയും. ഇതിന്ന് ഏത് മൂന്നാ, ഇത് ഏത് മൂന്നാട്ടോ, മൂന്നുണ്ട് ഗൈസ്, മൂന്നുണ്ട്. ഓക്കെ നമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് ചെയ്യാം. ആ മെസ്റ്റിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോപ്പറോട് പോയി, കോപ്പർ ഇതുണ്ടോ, കോപ്പർ ഇത് പറഞ്ഞ ഉണ്ടാക്കണം. എത്ര വേണം? എൻ്റെ ബെഡ് വല്ല ഞാൻ കൊണ്ടുപോയി. നമുക്ക് ഒരു മറ്റേ സാധനം ഉണ്ടാക്കാൻ, സ്പ്രേ ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ 2 കോപ്പർ ഇത് വേണം. അപ്പോൾ നമ്മുടെ കോളോടെ പോയി, കോളിനായിട്ട് ഇതൊന്നും വെച്ചില്ലല്ലോ. കോളോടെ കോള് ഇവിടെ ഉണ്ട്. കോള് കിട്ടി. ഇങ്ങനെ വെച്ചിട്ട് സ്മെൽറ്റ് ആവട്ടെ. ഫുൾ സ്മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു സ്പ്രേ ഗ്ലാസ് അങ്ങോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. സ്ഥലം കുറേ പക്ഷെ സ്പ്രേ ഗ്ലാസ് ഉണ്ടാക്കി. ഒന്നിനൊരു നമുക്കിനി വാച്ച് ചെയ്യാം. 3 പോയി നോക്കിയാലോ? 3 പോയി നോക്കാം. 3 പോയി 3 കേസ്. ഇനി ഞാൻ അതിനെനിക്ക് ഞാൻ മറ്റേ ഞാനിലോട്ട് പോകാൻ പോണേ. ഓക്കെ പോയി. നിങ്ങൾ തന്നെ ജിയോട് കണ്ടുപിടിക്കാൻ പോയി എന്നെ കണ്ടെങ്കിൽ ഇപ്പോൾ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കുമ്പോൾ ഞാനാണത്. എല്ലാം ഒരു ഞാൻ തന്നെ ഉണ്ട്, എല്ലാം ഒരു ഞാൻ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് തുടങ്ങാം. അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. 8 ചെസ്റ്റ്, ഇതാണ് ചെസ്റ്റിൻ്റെ ഒക്കെ ലുക്ക് നോക്കി. പിന്നെ 33 കോബിൾ സ്റ്റോൺ, ഏത് ഒരു ബ്ലോക്ക് ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു 4 കോബിൾ സ്റ്റോൺ സ്റ്റെയർ, പിന്നെ 2 ബക്കറ്റ് ഓഫ് വാട്ടറും, പിന്നെ ഒരു ലാവ ബക്കറ്റും. ഇത്രയും മതി ഗൈസ്. നമുക്ക് എവിടെ ഉണ്ടാക്കുമെന്ന് നോക്കട്ടെ. ഒന്ന് വെയിറ്റ്. നമുക്ക് ഒന്നൊരു കാര്യം ചെയ്താലോ, അത് ഈ പോട്ടലിൻ്റെ ബാക്കിൽ ഉണ്ടാക്കിയാലോ? നമുക്ക് ഇവിടെ വേണോ? ഇവിടെ വേണ്ട. ഇവിടെ കുറേ സ്ഥലമുണ്ട്, ഇവിടെ ഉണ്ടാക്കാം. ഇതാണ് പറ്റിയ സ്പോട്ട്. ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് അതിന് തന്നെ നമ്മൾ ഇങ്ങനെ ചെസ്റ്റ് വെക്കണം. ഇങ്ങനെ ചെസ്റ്റ് വെച്ചിട്ട് 4 ഹോപ്പർ എന്നിട്ട് നമ്മ ഇവിടെ ഇങ്ങനെ കോബിൾ സ്റ്റോൺ വെക്കണം. സോറി ഗൈസ്, ഒരു തെറ്റ് പറ്റി. ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഫുള്ളും കൊണ്ടുവരണം. നിങ്ങൾക്ക് കോബിൾ സ്റ്റോൺ തന്നെ ആണെന്നൊന്നും കുഴപ്പമില്ല, വേറെ ഏത് ബ്ലോക്കായാലും കുഴപ്പമില്ല. വെയിറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് ഇതിൻ്റെ മുകളോടുകൂടി ബ്ലോക്ക് വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ബാക്കി സൈഡൊന്നും ബ്ലോക്ക് വേണ്ട. മനസ്സിലായോ? ഗൈസ് മനസ്സിലായ? ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കണം. വെച്ചതിന് ശേഷം പിന്നെ ഓർഡർ ഇറങ്ങാൻ പറ്റി ഗൈസ്. ഇവിടെ ഇങ്ങനെ 4 സ്റ്റേഴ്സ് ഇങ്ങനെ വെക്കണം. ഓക്കെ, വെച്ചിട്ട് ഇങ്ങനെ 2 ഇതെടുത്തിട്ട് ലാവ ബക്കറ്റ് ഇരിക്കട്ടെ ഗൈസ്. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഗൈസ് ഒരു ഐറ്റം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ സാധനം എന്തായിരുന്നു അതിൻ്റെ പേര് വേണം.
ഞാൻ നോട്ടെ മറന്നു ബോർഡ് എന്തായിരുന്നു അതിൻ്റെ പേര്? അതുകൂടി മരം കൊണ്ടുണ്ടാക്കണം. ആയിരിക്കും കയറി അടയാതെന്താ ഓക്കെ അടേ ഞാൻ ഈ മോഡ് പാക്ക് ഇട്ടിട്ട് എന്തായാലും കളിക്കുള്ളൂ മൈൻക്രാഫ്റ്റിന്. ഇതെല്ലാം കളിച്ചാലും കുഴപ്പമില്ല. ഈ മോഡ് പാക്ക് ഇഷ്ടപ്പെട്ടു. ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക്. ഓ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ പോയി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ ഇവിടെ കൊണ്ടും വെച്ച് എടുക്കുന്ന റീച്ചാവോ അവിടെ മേലെ റീച്ച് ആവില്ല. ഈ പണ്ടാരം സൈഡൊന്ന് കയറുമ്പോളോട്ട് സമയമില്ല. ഞാൻ അടുത്തിട്ട് നമുക്കൊരു അതിൻ്റെ പേരെന്തായിരുന്നു? അതെ സാധനം ഒരു സ്റ്റിക്ക്. ഇനിയും വുഡ് വേണം. ചെറിയ ബ്ലോസം കൊണ്ട് ഉണ്ടാക്കാം. ചെറിയ ബ്ലോസം അറിയില്ലേ? ചെറിയ ബ്ലോസം കൊണ്ട് കുറേ തോന്നും. ഇതേ ഒരെണ്ണം കൊണ്ട് ഉണ്ടാക്കിയേക്ക. ഉണ്ടാക്കണ വിഷയം മറന്നുപോയി. മറന്നുപോയി. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതൊക്കെ മാറ്റി പോ ഐ വെള്ളം ഒഴിച്ചോടാ. ആരോടാ ചോദിച്ചിട്ടുണ്ട്. ലാവ ബക്കറ്റിൻ്റെ ഒക്കെ ടെസ്റ്റ് നോക്കി ശരിക്കും ബക്കറ്റ് പോലെയല്ലേ? ആണ് ഈ മോളോട്ട് കയറാം. ഓക്കെ ഗൈസ്, മോളോട്ട് വന്നിട്ട് ഇങ്ങോട്ട് മുകളിലോട്ട് കയറുമല്ലോ. കാണിക്കണേ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഇവിടെ കൊണ്ടുവന്ന് നോക്കാനായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വെള്ളം ഒഴിച്ചെടുക്കണം. ഇവിടെ പിന്നെ ഇവിടെ മതി. അല്ല ഇവിടെ ഇനി വെള്ളം ഒഴിക്കുമ്പോൾ സ്റ്റോണാവും. അയ്യോ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. വെയിറ്റ് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഫാസ്റ്റ് വന്നുണ്ടോ? വന്നുണ്ട് കൊബിൾസ്റ്റോൺ വന്നുണ്ട്. ഇതെല്ലാം പറ്റില്ലോ അറിയുന്നു. ഇതാണ് നമ്മുടെ മെയിൻ കൊബിൾസ്റ്റോൺ. ഗൈസ് വെച്ചത് 18 കിട്ടി. പിന്നെന്ന് പറയുമ്പോൾ 10 പിന്നെ 2 ഓരോരോ നമുക്കിനി ഇതിനകത്ത് കുറേ വാങ്ങിച്ച് നമുക്ക് കുറേ കിട്ടും. എന്നായിക്കോട്ടെ, ഒരു കോബിൾസ്റ്റോൺ ജനറേറ്ററിനടുത്തത് അയൺ ഫാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഫാം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ബ്ലോക്കാണ് കോബിൾസ്റ്റോൺ. അതുണ്ട് വേറെ കാര്യം. ഇവിടെ തന്നെ കുറേ ഫാംസ് നമുക്ക് ഇനി കൊണ്ടുവരാം. എൻ്റെ പിക്കാസ് പൊട്ടും, വേണ്ട മതി. എന്നാലും പിക്കാസില്ല. അതിന് വില്ലേജ് കൊണ്ടുപിടിക്കണം. എന്നിട്ട് വില്ലേജറിനെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യിപ്പിച്ച് ട്രേഡിങ് ഹാൾ ഉണ്ടാക്കണം. കുറേ ഇതുണ്ട്. ഇതിനകത്തേക്ക് ഇത് വെച്ചേക്കാം. നമുക്കിനി കുറേ ഉണ്ടാക്കാം. ഓക്കെ, 300 എടുക്കാം നമുക്ക് ഗൈസ്. ഇനി വെച്ചിട്ട് ഒരു സ്റ്റാക്ക് കോബിൾസ്റ്റോൺ അങ്ങനെ ആയി. നമുക്കിനി കോബിൾസ്റ്റോണിൻ്റെ കാര്യത്തിന് ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് ഇങ്ങനെ വന്നിട്ട് നല്ലൊരു പിക്കാസ് ഉണ്ടെങ്കിൽ അപ്പത്തെ മൈൻഡ് ചെയ്താ ഓട്ടെ. ഇവിടെ
തുറന്നു തരുമോ? ഈ ഫിലിമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ വെക്കണ്ട, കുഴപ്പമില്ല. ഡയമണ്ട് പിക്കാസ് ആണെങ്കിലും ഏത് പിക്കാസിന് സമയമെടുക്കും മൈൻഡ് ചെയ്യാനായിട്ട്. ഒബ്സിഡിയൻ ഇന്നത്തെ റേറ്റ് പിക്കാസിന് അറിയൂടാ, പക്ഷേ ഡയമണ്ട് പിക്കാസ് ഫുൾ എൻജോയ്മെൻറ്റ് പെട്ടെന്ന് ടപ്പാന്നായിരിക്കും പെട്ടെന്ന് ഫോർച്യൂണൊക്കെ ഉള്ളത്. നമുക്ക് അങ്ങനെ ആക്കും നമ്മൾ. പിന്നെ ഈ വുഡ് വേണമെന്ന് കിട്ടിയെന്നറിയോ? എന്താ ഈ വുഡ് നമ്മൾ ഒത്തിരി ഞാൻ ബോട്ടും കൊണ്ട് ജിയോട് കണ്ടുപിടിക്കാൻ പോയില്ലേ, എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്കൊരു സവാന ഭയം ഉണ്ട്, ഈ വുഡുള്ള ഭയം. ആ ഭയമിൽ പോയി ഞാൻ കുറേ മൈൻഡ് ചെയ്ത് എന്നിട്ട് കിട്ടിയതാണ് ഈ 3 ബക്കറ്റ്. എന്തെന്ന് വെച്ചാൽ അവിടെ തന്നെ നോക്കും, അത്ര വേറെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ മൈൻഡ് ചെയ്യാം വേണോ? നെതറേറ്റ് പിക്കാസ് ആക്കാനുള്ളതാണ്, പക്ഷെ നെതറേറ്റ് പിക്കാസ് നല്ല സമയം എടുക്കും. പിന്നെ എനിക്ക് 20 ഡയമണ്ട് എനിക്ക് വെറുതെ കിട്ടിയില്ല. ഇതിൻ്റെ ഒപ്പം ഈ ഡയമണ്ട്സിൻ്റെ ഒപ്പം 20 ഡയമണ്ട് കിട്ടി. ഡയമണ്ടിൻ്റെ ടെസ്റ്റ് നിങ്ങൾ കിട്ടും, അത് ഉറപ്പാണ്. ഡയമണ്ടിൻ്റെ ടെസ്റ്റ് ഞാൻ അവിടുത്തെ ഞാൻ നടത്തി. ഡയമണ്ടിൻ്റെ ടെസ്റ്റ് കണ്ട. പിന്നെ ഇതെല്ലാം സോർട്ട് ചെയ്തിട്ട് ഞാൻ വേറെ കാര്യം എല്ലാം സോർട്ട് ചെയ്ത് വെച്ച് ഡയമണ്ട് ഡയമണ്ട് പക്ഷെ കൈ പിടിക്കുമ്പോൾ കൊള്ളില്ല, പക്ഷേ ഇൻവെർട്ടറിൽ നോക്കുമ്പോൾ ഒരു ഡയമണ്ട് പോലെ, ഒറിജിനൽ ഡയമണ്ട് പോലെ. ഓക്കെയാണ് ഗൈസ്, നമുക്ക് ഇതിനകത്ത് വെക്കാം. എൻ്റെ ഫോൺ ചൂടാണ്ടെന്ന് പറഞ്ഞാൽ ചൂടാവുന്നുണ്ട്, പക്ഷേ അധികമായിട്ട് ചൂടാവുള്ള. ഈ ബക്കറ്റിനകത്ത് ഞാൻ അങ്ങനെ വെക്കും. ബക്കറ്റ് ടൂളല്ലേ, ഇതിനകത്ത് വെക്കാം. അല്ലെങ്കിൽ വേണ്ട, ബക്കറ്റ് വെള്ളം കാര്യങ്ങളല്ലേ, അപ്പോൾ ഇതിനകത്ത് വെക്കാം. ഇതിനകത്ത് ഇങ്ങനെ വെച്ചേക്കാം. നല്ല ആവശ്യമാണ് ടീൻ്റെ അത്രേ ഉള്ളൂ. പിന്നെ ഈ രണ്ടും വെക്കാം. ഈ നെതറൈറ്റും ബ്ലോക്കിൻ്റെ ഒപ്പം വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ഇതിവിടെ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ എന്നിട്ട് ഓക്കെ. നെതറൈറ്റ് അല്ല, നെതറാക്ക്, സോറി ഇതായിട്ടും വൈറ്റ് ബോള്. നമുക്ക് മോബ് എന്തായാലും മോബ്, ഇതിനെന്തോ പേര്, ഇതിനെന്തോ പേരിട്ടായിരുന്നു, ഞാൻ പറഞ്ഞു ഈ ഇതിന് മാത്രം. മോബ് തന്നെ ഐറ്റംസ് അതിനകത്ത് വെക്കും. ഇപ്പോൾ വിതർ അതിൻ്റെതാണ് എൻ്റെ വിതറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ ഇത് വാല്യുബിൾ പെട്ടി. ഇതിനകത്തൊന്നുമില്ല, പക്ഷേ നമ്മളാളുടെ മാത്രമാണ് എൻ്റെ ഇത് വാല്യുബിൾ അല്ലേ. ഒരു കാര്യം ചെയ്യാം, വാല്യുബിൾ പെട്ടി വേണ്ട, നമുക്ക് ഇതിനകത്ത് തന്നെ ഇൻകറ്റിൽ തന്നെ എല്ലാം വെക്കാം. വാല്യുബിൾ പെട്ടി വേണമെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നോട്ടെ, നോട്ടീഷ്യൽ ട്രൈഡൻറ്റ് അതൊക്കെ ഇരുന്നോട്ടെ. ഓക്കെ ഗൈസ്, ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സ്കിന്ന് ലോഡായിട്ടില്ല, അത് വേറെ കാര്യം. ഓക്കെ ഗൈസ്, ബൈ. ഞാൻ അടുത്തൊരു വീഡിയോയിലിട്ട് കാണാം. അടുത്ത വീഡിയോ ചിലപ്പോൾ ശനിയാഴ്ച കാണുള്ളൂ. ഗൈസ് വന്നിട്ട് ഇത് അലക്സ അല്ല, സ്റ്റീവാണ്. ഐ ആം സ്റ്റീവ്. ബൈ.